ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ. അപ്പോൾ IPL 18ാം സീസൺ ഇനി ആവേശം നിറഞ്ഞ പ്ലേ ഓഫ് പോരാട്ടങ്ങളിലേക്ക് കടക്കാൻ പോവുകയാണ്. 4 ടീമുകളും ഇതിനോടകം ഒഫീഷ്യലായി തന്നെ തങ്ങളുടെ പ്ലേ ഓഫ് ബർത്ത് ഉറപ്പാക്കിയിട്ടുണ്ട്. ഡൽഹി ക്യാപിറ്റൽ കഴിഞ്ഞ മത്സരത്തിൽ ഡൽഹിയെ പരാജയപ്പെടുത്തിയതോടുകൂടി മുംബൈ ഇന്ത്യൻസ് പ്ലേ ഓഫ് ഉറപ്പിക്കുന്ന 4ാമത്തെ ടീമായി മാറിയിട്ടുണ്ട്. മുൻപ് GT, പഞ്ചാബ്, RCB ടീമുകളും പ്ലേ ഓഫ് ബർത്ത് ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പോഴിതാ പ്ലേ ഓഫ് ബർത്ത് ഉറപ്പിച്ചതിന് പിന്നാലെ തങ്ങളുടെ 3ാം റീപ്ലേസ്മെൻറ്റ് പ്രഖ്യാപിച്ചുകൊണ്ട് RCB ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ സീസണിൽ RCB നടത്തുന്ന 3ാമത്തെ റീപ്ലേസ്മെൻറ്റാണ്. നേരത്തെ സ്റ്റാർ ബാറ്റർ ദേവദത്ത് പടിക്കലിന് പകരം ഇന്ത്യൻ താരം മയങ്ക് അഗർവാളിനെയും സ്റ്റാർ പേസർ സൗത്ത് ആഫ്രിക്കൻ താരം ലുങ്കി എൻകിഡിക്ക് പകരം സിംബാബ്വെ താരം മുസറബനെയും RCB കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ലിസ്റ്റിലേക്ക് ഇപ്പോഴത്തെ 3ാമതൊരു താരത്തിന് കൂടി പകരക്കാരനെ RCB കൊണ്ടുവന്നിരിക്കുകയാണ്. ലീഗ് സീസണിൽ തങ്ങളുടെ അവസാന പോരാട്ടം SRHനെതിരെയാണ് RCB കളിക്കാൻ പോകുന്നത്. സോ ഹൈദരാബാദിനായിട്ടുള്ള അവസാന പോരാട്ടത്തിന് ശേഷം പ്ലേ ഓഫ് പോരാട്ടങ്ങൾക്ക് നിൽക്കാതെ ഇംഗ്ലണ്ടിൻ്റെ വൈറ്റ് ബോൾ സീരീസിന് വേണ്ടി മടങ്ങുന്ന ഇംഗ്ലീഷ് താരം ജേക്കബ് ബദലിന് പകരക്കാരനായിട്ട് ഇപ്പോൾ ന്യൂസിലാൻഡിൻ്റെ എക്സ്പ്ലോസീവ് വെടിക്കെട്ട് ബിഗ് ഹിറ്റർ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ കൂടിയായിട്ടുള്ള ടിം സേഫേർട്ടിന് ഇപ്പോൾ RCB സൈൻ ചെയ്തിരിക്കുകയാണ്. ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് പുറത്ത് വന്നിട്ടുണ്ട്. സോ പ്ലേ ഓഫ് പോരാട്ടങ്ങളിൽ അങ്ങനെ ജേക്കബ് ബദലിന് പകരക്കാരനായിട്ട് ടിം സേഫേർട്ട് RCBയുടെ ജേഴ്സി അണിയും. സോ സേഫേർട്ടിൻ്റെ കരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ 66 അന്താരാഷ്ട്ര T20 മത്സരങ്ങളിൽ നിന്നായി 1540 റൺസ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. ഹയസ്റ്റ് സ്കോർ എന്ന് പറയുന്നത് പുറത്താവാതെയുള്ള 97 റൺസാണ്. 10 അർദ്ധ സെഞ്ചുറികളും അദ്ദേഹത്തിൻ്റെ കരിയറിലുണ്ട്. IPL അത്ര പരിചയമില്ലാത്ത താരമാണ് ടിം സേഫേർട്ട്. 3 മത്സരങ്ങൾ മാത്രമേ അദ്ദേഹത്തിന് കളിക്കാൻ സാധിച്ചിട്ടുള്ളൂ. 2020 സീസണിൽ 2020-21 സീസണിൽ KKRന് വേണ്ടിയും 2021-22 സീസണിൽ ഡൽഹി ക്യാപിറ്റൽസിന് വേണ്ടിയും അദ്ദേഹം IPL വന്നിട്ടുണ്ട്. പക്ഷേ 3 മത്സരങ്ങൾ മാത്രമേ അദ്ദേഹത്തിന് ഇരു ടീമിലുമായി IPL ഇതുവരെ കളിക്കാൻ സാധിച്ചിട്ടുള്ളൂ. 3 മത്സരങ്ങളിൽ നിന്നായി 26 റൺസാണ് അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം. ഇനി അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റിലേക്ക് വരികയാണെങ്കിൽ വളരെ മികച്ച സ്ട്രൈക്ക് റേറ്റാണ്. 200-ന് മുകളിൽ സ്ട്രൈക്ക് റേറ്റാണ് നിലവിൽ 2025 T20 മത്സരങ്ങൾ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഈ ഒരു വർഷത്തെ അദ്ദേഹത്തിൻ്റെ T20 സ്റ്റാൻസ് നോക്കുകയാണെങ്കിൽ 5 മത്സരങ്ങളിൽ നിന്നായി 249 റൺസ് താരം തൻ്റെ പേരിൽ കുറിച്ചിട്ടുണ്ട്. 62.25 ആവറേജ്, 207.5 സ്ട്രൈക്ക് റേറ്റ്. ഹൈസ്റ്റ് സ്കോർ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ പുറത്താവാതെയുള്ള 97 റൺസാണ്. സോ പവർ ഗ്രൂപ്പായിട്ടുള്ള RCB സംബന്ധിച്ച് എന്തുകൊണ്ട് ഒരു എക്സ്പ്ലോസീവ് ബാറ്റർ തന്നെയാണ് ടിം സേഫേർട്ട്. അങ്ങനെ പ്ലേ ഓഫ് പോരാട്ടങ്ങളിലേക്ക് കടക്കുമ്പോൾ ജേക്കബ് ബദലിന് പകരക്കാരനായിട്ട് RCB ജേഴ്സിയിൽ നമുക്ക് ന്യൂസിലാൻഡ് താരം ടിം സേഫേർട്ടിനെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.